ഗൈസ്, നിങ്ങൾക്കറിയോ 2 ദിവസം മുന്നേ സുപ്രീം കോടതി ഒരു ഡിസിഷൻ പറഞ്ഞതിന് ചിരിക്കണോ അതോ ദേഷ്യപ്പെടണോ എന്നറിയില്ല. E20 പെട്രോളിൽ നിന്ന് E10 or E5 ആക്കണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് അക്ഷയ് മൽഹോത്ര ഒരു ബിൽ ഫയൽ ചെയ്തു. അതിന്റെ കൂടെ തന്നെ പമ്പുകളിൽ പ്രോപ്പർ ലേബലിംഗ് ആൻഡ് പഴയ വണ്ടികൾക്ക് ഇത് എത്രത്തോളം നാശം വരുമെന്ന് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രം E20 കമ്പൽസറി ആക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ സർക്കാരിന്റെ കൈയെത്തും ദൂരത്തിരിക്കുന്ന നമ്മളുടെ സുപ്രീം കാവൽക്കാരെ ഇത് അൾട്രാ സ്പീഡിൽ നടക്കില്ല മോനെ എന്നും പറഞ്ഞ് ഡിസ്മിസ് ചെയ്തു. ഡു യു നോ ദ റീസൺ? ആസ് യു നോ, ഇഥനോൾ കരിമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ എന്തുകൊണ്ടും കരിമ്പ് കർഷകർക്ക് ഇത് ഇൻഡയറക്ട്ലി നല്ല ലാഭം ഉണ്ടാക്കും. അവർക്ക് നല്ലത് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 50 ലക്ഷം ഷുഗർ കെയിൻ ഫാമേഴ്സിന് വേണ്ടി 146 കോടി ജനങ്ങളിൽ നിന്ന് 50 ലക്ഷം കർഷകരെ മാറ്റിയാൽ, അതായത് 145 കോടി ജനങ്ങൾക്ക് ഡയറക്ട് നഷ്ടമുണ്ടായാലും പ്രശ്നമില്ല എന്നർത്ഥം. ഇപ്പൊ ഫാമേഴ്സിന്റെ നല്ലതിന് വേണ്ടി സർക്കാർ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ എവിടെ പോയിരുന്നു ഇതേ ഗവൺമെന്റ്? ഡൽഹിയിൽ ഫാമേഴ്സിന്റെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തവർക്ക് അവകാശത്തിന് പകരം അടിയും കൊടുത്ത് വിട്ട് ഗവൺമെന്റ് ആണ് ഇതൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഫാർമേഴ്സിന് ഇതിൽ കൂടെ ലാഭം ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് E20 ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് പ്രഷർ ഇട്ട മന്ത്രി, അതായത് നിതിൻ ഗഡ്കരിയുടെ മകൻ, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 17 കോടിയിൽ ഉണ്ടായിരുന്ന പുള്ളിയുടെ കമ്പനിക്ക് ഇപ്പോൾ റവന്യൂ 510 കോടി രൂപയാണ്.